നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ബാങ്ക് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പലർക്കും ഒരിക്കലെങ്കിലും മനസ്സിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, എനിക്ക് ഇത്ര മാത്രം ലിമിറ്റേ ഉള്ളൂ, പക്ഷേ മറ്റുള്ളവർക്ക് എങ്ങനെ ഇത്ര അധികം ലിമിറ്റ് ലഭിക്കുന്നു? ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്നത് ബാങ്ക് നമ്മൾക്ക് കടമായി ഉപയോഗിക്കാൻ അനുവദിക്കുന്ന പരമാവധി തുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കാർഡ് ലിമിറ്റ് 2 ലക്ഷം രൂപയാണെങ്കിൽ ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതലുള്ള തുക അത്ര തന്നെയായിരിക്കും. ഈ ലിമിറ്റ് ബാങ്കുകൾ യാദൃശ്ചികമായി നിശ്ചയിക്കുന്നതല്ല. അതിന് പിന്നിൽ വ്യക്തമായ കണക്കുകളും മാനദണ്ഡങ്ങളും ഉണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ബാങ്കുകൾ ആദ്യം പരിശോധിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ആണ്. സിബിൽ പോലുള്ള ക്രെഡിറ്റ് ബ്യൂറോകൾ നൽകുന്ന സ്കോർ ഉപയോഗിച്ചാണ് ബാങ്കുകൾ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കാവുന്ന ഒരു കസ്റ്റമർ ആണെന്ന് വിലയിരുത്തുന്നത്. മുമ്പെടുത്ത ലോൺ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ സമയത്ത് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ നല്ലതായിരിക്കും. സ്കോർ ഉയർന്നാൽ ബാങ്കിന് നിങ്ങളെ വിശ്വസിക്കാൻ എളുപ്പമാകും. അതോടെ ഉയർന്ന ലിമിറ്റ് ലഭിക്കാനുള്ള സാധ്യതയും കൂടും. അടുത്തതായി ബാങ്കുകൾ നോക്കുന്നത് നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങൾക്ക് മാസത്തിൽ എത്ര വരുമാനം ഉണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് നിങ്ങൾക്ക് എത്രത്തോളം കടം തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നത്. വരുമാനം കൂടുന്തോറും തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കൂടുമെന്നാണ് ബാങ്കുകളുടെ ധാരണ. എന്നാൽ പലരും ശമ്പളം കൂട്ടിയ ശേഷം അത് ബാങ്കിനെ അറിയിക്കാറില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലിമിറ്റ് കൂട്ടാനുള്ള സാധ്യത കുറയും. നിങ്ങളുടെ തിരിച്ചടവ് ശീലങ്ങളും വളരെ പ്രധാനമാണ്. മുൻപെടുത്ത ലോൺ EMI-കളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും നിങ്ങൾ സ്ഥിരമായി സമയത്ത് അടച്ചിട്ടുണ്ടോ എന്നത് ബാങ്കുകൾ കൃത്യമായി പരിശോധിക്കും. ഒരിക്കൽ പോലും പേയ്മെന്റ് മിസ് ചെയ്താൽ അത് റെക്കോർഡിൽ കാണും. സ്ഥിരമായി സമയം തെറ്റാതെ ബില്ലുകൾ അടയ്ക്കുന്ന ആളുകളെ ബാങ്കുകൾ ലോ റിസ്ക് കസ്റ്റമർ ആയി കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ലിമിറ്റ് കൂട്ടാൻ ബാങ്കുകൾ കൂടുതൽ തയ്യാറാകും. ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് തീരുമാനിക്കുമ്പോൾ ബാങ്കുകൾ വളരെ ഗൗരവമായി കാണുന്ന മറ്റൊരു കാര്യമാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അതായത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മൊത്തം ലിമിറ്റിൽ നിന്ന് നിങ്ങൾ എത്ര ശതമാനം ഉപയോഗിക്കുന്നു എന്നത്. ഉദാഹരണത്തിന്, 1 ലക്ഷം രൂപ ലിമിറ്റുള്ള കാർഡിൽ നിങ്ങൾ സ്ഥിരമായി 80,000 രൂപ വരെ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ വളരെ കൂടുതലാണ്. സാധാരണയായി 30% താഴെ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യകരം. എല്ലായ്പ്പോഴും ലിമിറ്റ് മുഴുവൻ ഉപയോഗിക്കുന്നവർ ബാങ്കിന് റിസ്ക് ആയി തോന്നാം. ക്രെഡിറ്റ് സ്കോർ തകരാതെ കാർഡ് ലിമിറ്റ് കൂട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പേയ്മെന്റ് മിസ് ചെയ്യരുത് എന്നതാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽ ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ അടയ്ക്കാൻ ശ്രമിക്കണം. മിനിമം എമൗണ്ട് മാത്രം അടയ്ക്കാതെ കഴിയുന്നത്ര ഫുൾ ബിൽ പേയ്മെന്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ബാങ്കിന് നിങ്ങളുടെ തിരിച്ചടവ് ശേഷിയിൽ വിശ്വാസം നൽകും. കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം ലിമിറ്റിന്റെ 30 മുതൽ 40% വരെ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനും ഭാവിയിൽ ലിമിറ്റ് കൂട്ടാനും സഹായിക്കും. ഇനി ശമ്പളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്കിന്റെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഇൻകം അപ്ഡേറ്റ് ചെയ്യുന്നതും വളരെ പ്രധാനമാണ്. പല ബാങ്കുകളും ആപ്പിലൂടെ തന്നെ ലിമിറ്റ് ഇൻക്രീസിനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. ശരിയായ സമയത്ത് അപേക്ഷിച്ചാൽ അതിലൂടെ സ്കോറിന് കേടുപാടില്ലാതെ ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും. അതേസമയം ചില കാര്യങ്ങൾ ഒഴിവാക്കണം. ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ ഒരേ സമയം അപേക്ഷിക്കുന്നത്, ലിമിറ്റ് മുഴുവൻ സ്ഥിരമായി ഉപയോഗിക്കുന്നത്, EMI-കൾ മിസ് ചെയ്യുന്നത്, ഇവയെല്ലാം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന് ദോഷകരമാണ്. ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നിങ്ങളുടെ സ്വന്തം പണമല്ല. അത് ബാങ്ക് നിങ്ങളിൽ വെക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്താൻ കഴിയുന്നവർക്ക് കാലക്രമേണ ലിമിറ്റും കൂടും, ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തും.